വെൽക്കം എവ്രി വൺ, വെൽക്കം ടു ഫിജിറ്റൽ അക്കാഡമി. എന്റെ പേര് അനൂസ് ബേസിൽ. അപ്പൊ നമ്മൾ ഇന്ന് BPAG 174 ബ്ലോക്ക് 1 കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത്. ഈ ബ്ലോക്ക് മുഴുവനായിട്ടും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം അതിനെ പറ്റിയുള്ള പല ഡയമെൻഷൻസും ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ബ്ലോക്കിൽ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ അർത്ഥം, ഓക്കെ, അതുപോലെ അതിന്റെ ഒരു പ്രാകൃതം, പിന്നെ അതുപോലെ തന്നെ അതിന്റെ സ്കോപ്പ്, ഈ 3 വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എവിടേക്കാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എന്തൊക്കെയാണ് കാര്യം എന്നുള്ളതാണ് വളരെ ചുരുക്കം ലേമാൻ ലാംഗ്വേജിൽ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. സോ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ കാര്യമായിട്ടൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും പഠിക്കാനില്ല. ഇൻട്രൊഡക്ഷനിൽ നിന്ന് ചുമ്മാ പഠിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുസ്ഥിര വികസനം. അതായത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേസിൽ ഈ പറയുന്ന ഓവർ പോപ്പുലേഷൻ, ഓവറായിട്ട് നമ്മൾ റിസോഴ്സിനെ എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ നാച്ചുറൽ റിസോഴ്സും തീർന്നു പോകും. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ വരുന്ന ഭാവിക്ക് അതൊരു വളരെ ഡിസാസ്ട്രസ് ആയ ഒരു ഫ്യൂച്ചർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ അനുഭവിക്കുന്ന പല റിസോഴ്സും വരുന്ന ആൾക്കാർക്ക് കിട്ടില്ല. അപ്പോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ എസ് ഡി പറയുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മള് ഉപയോഗം പരിമിതപ്പെടുത്തുക, വരുന്ന തലമുറയ്ക്കും കൂടി കരുതി വെച്ചുകൊണ്ട് നമ്മൾ നിലവിലെ ആവശ്യങ്ങൾ നടക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക, ലാവിഷായിട്ട് യൂസ് ചെയ്യുന്ന കുറയ്ക്കുക, പ്രകൃതിയെയും മറ്റു സാമൂഹിക ജീവികളെയും ദോഷം വരുത്തുന്ന രീതിയിൽ നമ്മുടെ ബിസിനസ് ആണെങ്കിലും ഏതൊരു തലമാണെങ്കിലും അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന സെക്ഷനിൽ പഠിക്കാം. കറക്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ ഭാഗത്തൊന്നും കൃത്യമായിട്ട് എന്താ പറയാ, ഒരു നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള പോയിന്റ്സുകളൊന്നുമില്ല. നിങ്ങൾക്കുള്ള ഇതുവരെ ചോദിച്ചിരിക്കുന്ന 6 വർഷത്തെ PYQs ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ PDF-നകത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പൊ ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഈ ഒരു 4 പാഠത്തിൽ നിന്ന് വന്ന 6 വർഷത്തെ PYQs, അതുമായി ബന്ധപ്പെട്ട ആൻസേഴ്സും ഇതിനകത്ത് ഓൾറെഡി മാർക്ക്ഡ് ആണ്. സോ നിങ്ങൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ വേറെ വറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കൂട്ടി എഴുതാൻ പറ്റുന്ന ഒരു സമ്മിറ്റിന്റെ പേരാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. 1992 കാര്യം നടന്നത്. ഓക്കെ, ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ, ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോ അത് ഈ പറയുന്ന പോലെ ഈ ഓസോൺ ഡിപ്ലീഷൻ, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ആയിരുന്നു. പക്ഷെ അവിടെ മാത്രം നിൽക്കുന്നതല്ല ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ, കാര്യമായിട്ടൊന്നും ഇല്ല പഠിക്കാൻ, അതുകൊണ്ടാണ് നീക്കുന്നത്. നിങ്ങൾക്കൊന്നും മിസ്സാവുന്നില്ല, അത് അഷ്യൂർ ചെയ്യാം. സോ മീനിങ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അർത്ഥം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വേറൊരു വൺ വേർഡ് പോലത്തെ ഒരു സാധനം ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഈ റിപ്പോർട്ടിനകത്താണ് അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിനകത്ത് ബ്രണ്ട്ലാൻഡ് എന്ന് പറയുന്ന ഒരു കമ്മീഷൻ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിനകത്താണ് ആദ്യമായിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു, നിലവിലുള്ളത് മാത്രമല്ല വരുന്ന കാലത്തേക്കും കൂടി റിസോഴ്സിനെ കരുതി വെച്ചുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോ ഇവിടെ നമ്മൾ ഒന്നും കൂടി അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഡോക്യുമെന്റിന്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ഒഫീഷ്യൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, SD-യുടെ ഒഫീഷ്യൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മീറ്റ് ദ നീഡ് ഓഫ് പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് the ability of future generation to meet their own needs. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക് ഒരു രീതിയിലുള്ള കോട്ടവും തട്ടാതെ, അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കാതെ, എന്നാൽ നിലവിലുള്ള കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ ഒരു കാര്യത്തിന് നടത്തിക്കൊണ്ടു പോകുന്നത്, അതെന്തോ ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ എന്ന് വിളിക്കുക. ഇനി ഞാൻ ഈ മഞ്ഞ നിറത്തിൽ പച്ച നിറത്തിലൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുമ്പ് വന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ്. ഇവിടെ ഒരു കമന്റ് സെക്ഷനും കാണാം. നിങ്ങളുടെ PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും സൈഡിൽ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. 2024 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് മുഴുവനും എഴുതണ്ട, ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടേതായ വേർഡിൽ എഴുതുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് വായിച്ചു നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ് ഓഫ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ. എളുപ്പത്തിൽ പറഞ്ഞാൽ പ്രസന്റിലും ഫ്യൂച്ചറിലും നടക്കുന്ന കാര്യങ്ങളുടെ ആ ഡെവലപ്മെന്റ് നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന ഒരാശയം. ഓക്കെ, അപ്പൊ നിലവിലുള്ള അവസ്ഥ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എൻവയോൺമെന്റിൽ ഡീകേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊന്ന് മാനേജ് ചെയ്യണം, ഈ റിസോഴ്സ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യണം. ആ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഡെവലപ്മെന്റ് പ്ലാൻ ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്ത് കാര്യമായിട്ട് ഒന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ കാണാപ്പാടം പഠിക്കേണ്ടതൊന്നുമില്ല. ഇനി ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇതിനകത്തൊന്നും കൂടി പറയുന്നത്. അതായത് എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മാത്രമല്ല. ഓക്കെ, സോറി, ഇതിനകത്ത് വരയ്ക്കുമ്പോൾ ക്ലിയർ ആവുന്നില്ല, നിങ്ങൾ കേട്ടിരിക്കുക. എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? A process of change in which exploitation of resources, direction of investment, orientation of technological development and institutional changes are made consistent with future. അതായത് കമന്റ് ചെയ്യാൻ പിന്നെ ആഡ് ചെയ്യാം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ, എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷൻ മാത്രമല്ല നമുക്ക് വേണ്ടിയിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് വേണ്ടത്, ഒരു മാറ്റമാണ് വേണ്ടത്. എവിടെ മുതൽ തുടങ്ങുന്നത്? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന മുതൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കൊണ്ടുപോകാനുള്ളതും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് ഏത് രീതിയിൽ കൊണ്ടുപോകാനുള്ളതും അതിനനുസരിച്ച് സ്ഥാപനങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യാനുള്ളതും ഇത് എപ്പോൾ ഉള്ളതാണ്? ഫ്യൂച്ചർ കണ്ടിട്ട് തുടങ്ങുന്ന ഒരു പരിപാടിയാണ്. ഫ്യൂച്ചറിലേക്കും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ആകെത്തുകയായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രകൃതി സംരക്ഷണം മാത്രമാണെന്നുള്ളത്. ക്ലിയർ? ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളും താഴത്തേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. ഇനി സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്സ് ദ ഗ്രാൻറ്റഡ് ബാലൻസ് ബിറ്റ്വീൻ എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ഇൻ ഓൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ദ എക്കണോമി ദാറ്റ് ഓഫർ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ വെൽഫെയർ ആൻഡ് എക്കോളജിക്കൽ സ്റ്റെബിലിറ്റി. കുറച്ച് ടഫായ ഒരു ഡെഫിനേഷൻ ആണ്. അതിനകത്തും പറഞ്ഞിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ സാമ്പത്തികപരമായ വളർച്ച, ആ വളർച്ച എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? ക്വാണ്ടിറ്റി പരമായിട്ടും ക്വാളിറ്റി പരമായിട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? നമ്മുടെ നേച്ചറുമായിട്ട് അല്ലെങ്കിൽ എക്കോളജിക്കൽ വെൽഫെയറുമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കണം. എന്നിട്ടൊരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് തരണം എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് എടുക്കാനുള്ളത്. സോ ഇതിങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായ ഭാഷയിൽ ഇത് പാരാഫ്രൈസ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. PDF നേരെ നമ്മൾ ടെക്സ്റ്റ് കോപ്പി ചെയ്യാം, എന്നിട്ട് ഏതെങ്കിലും ഒരു പാരാഫ്രൈസിങ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ AI ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാരാഫ്രൈസ് ചെയ്ത് കുറച്ച് ഈസി ലാംഗ്വേജിലാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരാക്കി തരും. ആ രീതിയിൽ എഴുതി കഴിഞ്ഞാലും മതി, മീനിങ് പോവാതിരുന്നാൽ മതി എന്നേ ഉള്ളൂ. ക്ലിയർ? ഇനി അടുത്തൊരു വേറൊരു പോയിന്റ് ആണ് പറയുന്നത്. ഇൻ എസെൻസ് അതായത് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് ചേഞ്ച് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻ വിച്ച് റിസോഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ തടയുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഡയറക്റ്റ് ചെയ്യുന്നു, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന് ഓറിയന്റേഷൻ കൊടുക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് ചെയ്യുന്നു. എല്ലാം എന്തുമായി ബന്ധപ്പെട്ട് ഓൾ ഇൻ ഹാർമണി ആൻഡ് എൻഹാൻസ് ബോത്ത് കറന്റ് ആൻഡ് ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. ഓക്കെ, വീണ്ടും പറഞ്ഞതുപോലെ തോന്നുമായിരിക്കും, ബട്ട് സ്റ്റിൽ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡെഫിനേഷൻ. അത് പറയാനാണ് വീണ്ടും ഇതിനകത്ത് ഒരു സാധനം ആഡ് ചെയ്തിരിക്കുന്നത്. ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ, നിലവിലുള്ള മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ. ഓക്കെ, അത് ഈ പറയുന്ന എല്ലാ തലങ്ങളിലും ആർക്കും കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ആക്കുക വേണം എന്നതാണ് എന്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ബെസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ പാരാഫ്രൈസ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ എഴുതാം, അർത്ഥം മാറിപ്പോവാതിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ എന്ന് കാണാൻ പറ്റും, അല്ലെങ്കിൽ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്ന് കാണാൻ പറ്റും, അവർ കോമൺ ഫ്യൂച്ചർ എന്ന് കാണാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂഡ് പോയിന്റ് ആയിരിക്കും, കുറച്ചും കൂടി നല്ലതായിരിക്കും നിങ്ങൾ ആൻസർ. ക്ലിയർ? ഇനി ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊരു വേറൊരു പോയിന്റ് പറയാണ്. കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് നമുക്കൊരു വ്യൂ ഉണ്ട്. അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു എന്താ പറയാ ആവശ്യമാണ്, പക്ഷെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ് എന്നുള്ളത് പഴയ കാലത്തെ ഒരു വാദമാണത്. അതായത് നമുക്ക് വേണ്ടത് സാമ്പത്തികപരമായ മുന്നേറ്റമാണ്, പ്രകൃതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ എന്തോ ആവശ്യമില്ലാത്തൊരു സാധനം എന്നുള്ള രീതിയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എൻവയോൺമെന്റൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മോസ്റ്റ്ലി ഇതെല്ലാം എന്താണ് നോൺ റിന്യൂവബിൾ ആയിരിക്കും. അപ്പൊ ഇത് തീർന്നു പോകും, ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ തീർന്നു പോകും. അതുകൊണ്ട് എന്ത് പറ്റും? ഈ സാധനത്തെ നമ്മളൊന്ന് ഇതിന്റെ ഉപയോഗം ഒന്ന് റെഗുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇത് വെച്ചിട്ടല്ലേ ലോകം റൺ ചെയ്യുന്നത്. ഇപ്പൊ ഫോസിൽ ഫ്യൂൽ ആണെങ്കിലും ഇനി വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് കിട്ടുകയാണെങ്കിലും അത് വെച്ചാണ് ലോകത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയൊന്നുമില്ല. നമ്മുടെ സ്റ്റീൽ ആണെങ്കിലും അതിന്റെ റോ മെറ്റീരിയൽസ് ഹെമറ്റൈറ്റ് വേണം.
ഫോസിൽ ഫ്യൂലിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ചാണ് ലോകം മുഴുവൻ ഇന്ന് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എല്ലാം ഇപ്പൊ ക്ലാസ് കാണുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കറണ്ട് വെച്ചിട്ടാണ്. ഈ കറണ്ട് എവിടെ നിന്ന് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂൽ കത്തിയിട്ട് തന്നെയാണ്. അപ്പോ ഇത്രത്തോളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഈ കാര്യം പറയുന്നത്. ഈ ഒരു പാരഗ്രാഫിൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഇതൊരാള് മെയിലർ എന്ന് പറയുന്ന ഒരാള്, ദസ്ഗുപ്ത മെയിലർ എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന 4 സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. നോട്ട് ദാറ്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് കുറച്ച് നാളുകളായിട്ട് ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതായത് പാർഷ്യൽ എൻവയോൺമെന്റൽ അനാലിസിസ്. അതായത് ഇപ്പോ എൻവയോൺമെന്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നേരെ കുറെ ദുരന്തങ്ങളെ പേര് പഠിക്കും അല്ലെ. ഇപ്പൊ ഫ്ലഡ്, അല്ലെങ്കിൽ ആസിഡ് റെയിൻ, സോയിൽ ഇറോഷൻ, ഓസോൺ പാളി നശിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് പറയാ, അയ്യോ എൻവയോൺമെന്റ് കേടായി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ ഇതിൽ കവിഞ്ഞ് എന്ത് പറ്റുന്നു, റിസോഴ്സ് കൺസർവേഷൻ, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് കൊണ്ടുവരിക കമ്പനീസിനകത്ത്, ലൈഫ് പ്രൊട്ടക്ഷൻ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക. ഈ രീതിയിലേക്കും കൂടി കുറച്ച് കാലങ്ങളായിട്ട് എന്ത് മാറിയിട്ടുണ്ട്, നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സുകളിലും ഒരു വ്യൂ പോയിന്റ് മാറിയിട്ടുണ്ട്. അതായത് ഒന്നും കൂടി കേട്ടുക, പഴയ കാലത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രകൃതി സംരക്ഷണം. പ്രകൃതിയെ പറ്റി ചോദിക്കുകയാണെങ്കിലോ ആകെ നമ്മൾ പറയാം പ്രകൃതിയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ അതുപോലെയായിട്ട് എടുത്തിരുന്നത്. ഒരു ഫ്ലഡ് വന്നു, അയ്യോ ഫ്ലഡ് വന്നു, അപ്പൊ ഫ്ലഡിനെ നിർത്താനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ ഉണ്ടായി, അവിടെ കൊണ്ട് കുറച്ച് മരം നടുക, അപ്പൊ സോയിൽ ഇറോഷൻ മാറും. ഈ രീതിയിൽ മാത്രമേ നമ്മൾ ഈ പ്രശ്നത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, റിസോഴ്സിനെ കൺസർവ് ചെയ്യുക, പിന്നെ പൊല്യൂഷൻസ് കുറയ്ക്കുക, അതുപോലെ തന്നെ കമ്പനീസിനകത്ത് ഇപ്പൊ ഗ്രീൻ ഓഡിറ്റിംഗ് നടത്തുക, ഗ്രീൻ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വീടുകളിലാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ സോളാറൊക്കെ വെക്കുന്നത് എന്തിനാ, അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളിലേക്കും കൂടി ഒരു മൈക്രോ ലെവലിലേക്കും കൂടി കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞ 2024 ജൂണിൽ വന്ന മീനിങ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചോദ്യമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ക്ലിയർ? ഇനിയും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, അതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ പോയിന്റ് കിട്ടും, അതും ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം. ക്ലിയർ? നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇവിടെ ഒന്നും വേറെ ഒന്നുമില്ല, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കും. സോ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് മൂവ് ചെയ്യാം. നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയും. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ പാരാഫ്രൈസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബോറടിക്കും, എനിക്കും രാഗാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടെയും ആകെ ക്രക്സ് ആയിട്ട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർഫുൾ കൺസിഡറേഷൻ ഓഫ് സസ്റ്റൈനബിൾ ത്രെഷോൾഡ് ലെവൽ ഓഫ് ബോത്ത് എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ സിസ്റ്റം. സാമ്പത്തികപരമായിട്ടും പ്രകൃതിപരമായിട്ടുള്ള സാധനത്തിന്റെ സന്തുലിതമായ അവസ്ഥ നിയന്ത്രിച്ചുകൊണ്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാം. അത്രേ ഇതിനകത്തും പറയുന്നുള്ളൂ. ക്ലിയർ? ഇവിടെ നിന്നൊന്നും വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഇത് വായിച്ചു നോക്കിയത് കൊണ്ട് പുതുതായിട്ട് ഒരു കൺസെപ്റ്റ് ഒന്നും കിട്ടാനില്ല. എന്നാലും നിങ്ങൾ വായിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ചുമ്മാ ഒരു തവണയെങ്കിലും വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. അത്രയേ ഉള്ളൂ. ക്ലിയർ? ഇവിടെയൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മള് വളർന്നുകൊണ്ടിരിക്കുന്ന ലാൻഡ് പ്രഷർ ഉണ്ടാവുന്നുണ്ട് ഇന്ത്യയിൽ. ഇത്രയും പോപ്പുലേഷൻ അങ്ങനെ കൂടി വരികയല്ലേ, അപ്പൊ സ്ഥലം കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനെന്ത് വേണം, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഏലിയനേഷൻ ഓഫ് ലാൻഡ്. അതായത് ഈ പറയുന്ന പോലെ ഭൂമി നശിച്ചു പോകാതിരിക്കുക, കന്നുകാലികളുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ അവരെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, മോഡിഫൈ ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് പ്രഷർ കുറയും എന്നാണ് പറയുന്നത്. അതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നതാണ്, നമുക്ക് മനസ്സിലാവണമല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ അത്രയുള്ള ഈ കാര്യത്തിൽ പറയാനുണ്ട്. ഇനി ഇതിന്റെ സ്കോപ്പ് നീ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ 7 പോയിന്റാണ് നമ്മൾ നോക്കേണ്ടത്. അതിനകത്ത് മിനിമം 5 എഴുതാൻ ശ്രദ്ധിക്കുക. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻറ്റെയിനിങ് ദ എക്കോസിസ്റ്റം ആൻഡ് റിലേറ്റഡ് എക്കോളജിക്കൽ പ്രോസസ് എസെൻഷ്യൽ ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ബയോസ്ഫിയർ. അതൊന്നുമില്ല, പ്രകൃതി സംരക്ഷണം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ എക്കോസിസ്റ്റം, നമ്മുടെ പ്രകൃതിയെ എന്താ പറയാ, അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിനെ, ഈ പറയുന്ന എക്കോളജിക്കൽ സർവീസസുകൾ ഒരുപാടുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിനെയും എക്കോളജിയെയും നമ്മൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അടുത്തത് സസ്റ്റൈനിങ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, എൻഷുറിങ് സർവൈവൽ ആൻഡ് പ്രൊമോട്ടിംഗ് ഓഫ് നാച്ചുറൽ ഹാബിറ്റാറ്റ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫൗണ. അതൊന്നുമില്ല, ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക. ആദ്യത്തേത് പ്രകൃതി സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോസിസ്റ്റം ആണ് പറയുന്നത്, ആവാസ വ്യവസ്ഥ. ഓക്കെ, രണ്ടാമത്തത് ആവാസ വ്യവസ്ഥയിലുള്ള മനുഷ്യരല്ലാത്ത മറ്റുള്ള ജീവികൾ, മറ്റുള്ള ജീവജാലങ്ങൾ, പ്ലാന്റ്സ് ആയിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ. ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സും, ഫോണ എന്ന് പറഞ്ഞ അനിമൽസും ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ?
ഇനി അടുത്തത് ഒബ്സർവിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിമം സസ്റ്റൈനബിൾ yield ഇൻ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് ആൻഡ് എക്കോസിസ്റ്റം. അതായത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന വിഭവങ്ങളുടെ ഒരു ഒപ്റ്റിമം സസ്റ്റൈനബിൾ yield ഉണ്ട്. നമുക്കിപ്പോ നിലവിൽ ഒരു ഉദാഹരണം പറയാം, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നിലവിൽ ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോ ഒരു റിസോഴ്സ് മതി. ഫോർ എക്സാമ്പിൾ ഒരു കലിക്കരി, എനിക്കിപ്പോ ഒരു 10 കിലോ കലിക്കരി മതി എന്റെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ 10 കിലോ ആണ് എന്റെ ഒപ്റ്റിമം yield എന്ന് പറയുന്നത്. ഞാൻ അവിടെ പോയിട്ട് 20 കിലോ എടുക്കുന്ന കാര്യമില്ല. 20 കിലോ എടുത്ത് എന്താ സംഭവിക്കുക? അത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യാം. അല്ലാത്തത് നമുക്ക് പിറ്റേ ദിവസം വന്ന് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണോ ഭാവിയിൽ വേണ്ടത് അപ്പൊ വന്ന് എടുക്കാം. ക്ലിയർ? അല്ല ഞാൻ അവിടുന്ന് 20 കിലോ എടുത്തിട്ട് ഒരു 10 കിലോ എനിക്കും ബാക്കി ഒരു 10 കിലോ ഞാൻ വേറെ ആൾക്കും കൊടുക്കുകയാണ്. അത് അങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന കൽക്കരി ഉള്ള സ്ഥലത്തുള്ള കൽക്കരി പെട്ടെന്ന് തീർന്നു പോകും. മനസ്സിലായോ? അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അടുത്തത് പ്രിവെന്റിങ് ഓർ അബേറ്റിംഗ് സിഗ്നിഫിക്കന്റ് എൻവയോൺമെന്റ് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ റെഡ്യൂസ് ദ പൊല്യൂഷൻ എന്ന് എഴുതിയ പോലെ ആൻസർ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ പോയിന്റ് കറക്റ്റ് ആണ്. എസ്റ്റാബ്ലിഷിംഗ് അഡിക്വറ്റ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ സ്റ്റാൻഡേർഡ്, അതായത് എൻവയോൺമെന്റ് പൊല്യൂഷനും മറ്റു കാര്യങ്ങളൊക്കെ തടയാൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ വണ്ടിക്ക് പുകയൊക്കെ എടുക്കാറില്ല, അതുപോലെ ഓരോ ലോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. അടുത്തത് കുറച്ച് നിയമങ്ങൾ. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ എന്തുണ്ട്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, EP ഉണ്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, ഫോറസ്റ്റ് ആക്ട് ഉണ്ട്, ഇതുപോലുള്ള പല ആക്ടുകളും. അങ്ങനത്തെ കുറെ നിയമങ്ങൾ കൊണ്ടുവരിക, പോളിസീസ് കൊണ്ടുവരിക, ടെക്നോളജി അതനുസരിച്ച് അഡ്വാൻസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്കോപ്പ് എന്ന് പറയുന്നത്. ഏഴാമത്തെ എന്ന് പറയുന്നത് പബ്ലിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് എല്ലാ രീതിയിലും പൊല്യൂട്ടൻസ് റിലീസ് ചെയ്യുമ്പോൾ റേഡിയോ ആക്റ്റീവ് റിലീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം പബ്ലിക് ആക്കുക എന്നുള്ളതാണ്, ഡിലേ വരുത്താതെ. ഇതിങ്ങനെ പറയാൻ കാരണം ഭോപ്പാൽ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ നടന്നിരിക്കുന്ന വിഷവാതക ചോർച്ചയൊന്നും ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. കുറച്ച് ടൈമില് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാവരും രക്ഷപ്പെട്ടനെ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് എല്ലായിടത്തും ചേർത്തിരിക്കുന്നത്. ഭോപ്പാൽ മാത്രമല്ല, ഇപ്പൊ ചെർണോബിലാണെങ്കിലും ത്രീ മൈൽ ഐലൻഡ് ആണെങ്കിലും ഒക്കെ അവിടെയൊക്കെ സംഭവിച്ചത് റേഡിയോ ആക്റ്റീവ് റിലീസാണ്. അപ്പൊ അവിടെയൊക്കെ ജനങ്ങളെ അറിയിച്ചാൽ മാത്രമാണ് അവർക്ക് പെട്ടെന്ന് അതിന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. സോ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും ഭാഗത്തുള്ള പരിപാടികൾ കഴിഞ്ഞു. ഒന്നാമത്തെ പാഠത്തിന്റെ ഈ ഒരു ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ എന്നെ വിളിക്കുക, നമ്പർ സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഇവിടെ നമ്മൾ പറഞ്ഞൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് വരേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് റീക്യാപ്പ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞു, പിന്നെ രണ്ടാൾക്കാരുടെ ഒരു കൺവെൻഷന്റെ പേര് നമ്മൾ പറഞ്ഞു, പിന്നെ ബ്രണ്ടാന്റെ റിപ്പോർട്ട് പറഞ്ഞു, കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്ന രണ്ട് വൺ വേർഡിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പിന്നെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു. ക്ലിയർ? അതിന്റെ സ്കോപ്പും കാര്യങ്ങളും മീനിങ് അല്ല നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ചെറിയ ഡെഫിനേഷൻ കൂടി നമ്മൾ പഠിച്ചു. ഒരു എക്സാമ്പിൾ ഇന്ത്യയുടെ കാര്യം വെച്ച് പറഞ്ഞു. പിന്നെ പഠിച്ചിരിക്കുന്നത് മുഴുവൻ അതിന്റെ സ്കോപ്പുകളാണ്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ മെയിൻ എയിംസ് ആണ്. ഓക്കെ, സസ്റ്റൈനബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഭാഗത്തേ ഉള്ളൂ. അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. ഇനി അടുത്തതാണ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്തിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്കോപ്പ്? നമ്മൾ ചോദിക്കില്ല, നമ്മൾ സാധനം പഠിച്ചിട്ട് എന്താ സ്കോപ്പ് എന്ന് ചോദിക്കൂലേ? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണെന്നുകൊണ്ട് കാര്യം എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. സോഷ്യൽ ഡയമെൻഷൻ ഉണ്ട്, എക്കണോമിക്കൽ ഉണ്ട്, എൻവയോൺമെന്റൽ ഉണ്ട്. അതിൽ എക്കണോമിക് ഡയമെൻഷൻ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 2023 ജൂണിൽ വന്നൊരു ചോദ്യമാണ് എക്കണോമിക് ഡയമെൻഷൻ എന്താണുള്ളത്. എക്കണോമിക് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് സാധനം മാത്രം എഴുതിയോണ്ട് കാര്യമില്ല, ഇത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. അത് താഴത്തുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് സ്കോപ്പ് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ്, ഇവിടെ ഒന്നും ഇല്ല കേട്ടോ വായിക്കാൻ, ജസ്റ്റ് ഒന്നുമില്ല, വീണ്ടും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാം. സോ ഫസ്റ്റ് സോഷ്യൽ ഡയമെൻഷൻ ആണ്. സാമൂഹ്യപരമായിട്ട് എന്തൊക്കെയാ ഡയമെൻഷൻ ഉണ്ടാവുക? ഇത്രയേ ഉള്ളൂ. 0 ഹങ്കർ, പട്ടിണി ഒഴിവാക്കണം. ഓക്കെ, നല്ല ഗുഡ് ഹെൽത്ത്, ഓക്കെ, നല്ല രീതിയിലുള്ള ആരോഗ്യം, വെൽബീയിങ്, അതായത് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പോപ്പുലേഷൻ കൺട്രോൾ, ജെൻഡർ ഇക്വാലിറ്റി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാത്ത രാജ്യങ്ങളും സമൂഹങ്ങളും ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഹങ്കർ ഉള്ള രാജ്യങ്ങൾ ഒരുപാട്, നോർത്ത് ആഫ്രിക്കൻ റീജിയൻസ് ഇപ്പോഴും ഹങ്കർ ആണ്. അതുപോലെ അവിടെ ഗുഡ് ഹെൽത്തും വെൽബീയിങ് ഒന്നും ഇല്ല, സ്കൂളിൽ പോകുന്നില്ല. ഇപ്പൊ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും മുകളിലേക്കൊക്കെ പോയാൽ കുട്ടികൾ ഇപ്പോഴും ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പോപ്പുലേഷൻ കൺട്രോൾ, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഈ പറയുന്ന പരിപാടി ഇപ്പോഴും വന്നിട്ടില്ല. ജെൻഡർ ഇക്വാലിറ്റി, ഇവന് കേരളത്തിലടക്കം ജെൻഡർ ഇക്വാലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയാം. ഇനി അടുത്ത എക്കണോമിക് ഡയമെൻഷൻ, PYQ ആയതുകൊണ്ട് ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാം. എക്കണോമിക് ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അവിടെ നമുക്ക് വേണ്ടത് നോ പോവർട്ടി. നേരത്തെ ഇവിടെ പറഞ്ഞത് 0 ഹങ്കർ ആണ്. ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. നോ പോവർട്ടി എന്ന് പറഞ്ഞാൽ പട്ടിണി മാറ്റുക എന്നുള്ളതാണ്.
വിശപ്പ് മാറ്റുക എന്നുള്ളതിന് ഫുഡ് കൊടുത്താൽ മതി. പട്ടിണി മാറ്റുക എന്നുള്ളതിന് ഒരാൾക്ക് ജോലി കൊടുക്കണം, സ്ഥിര വരുമാനം കൊടുക്കണം, ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം. ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, ഹങ്കറും പോവർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കിയെടുക്കുക. സോ പോവർട്ടി ഇല്ലാതാക്കുക, പട്ടിണി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക, ദാരിദ്ര്യം നിർമ്മാർജ്ജനം കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സസ്റ്റൈനബിൾ ആയിട്ട് എക്കണോമി വർക്ക് ചെയ്യുക, എംപ്ലോയ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, സ്ത്രീകൾക്ക് എസ്പെഷ്യലി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഡീസന്റ് ആയ വർക്കും അതുമായി ബന്ധപ്പെട്ട വർക്ക് കൾച്ചറും ഗ്രോത്തും കൊണ്ടുവരിക, റിസോഴ്സസ് നന്നായിട്ട് മാനേജ് ചെയ്യുക, റെസ്പോൺസിബിൾ ആയിട്ട് കൺസെപ്ഷനും അതുപോലത്തുള്ള പ്രൊഡക്ഷനും നടത്തുക. സോ നമ്മൾ പറഞ്ഞത് എക്കണോമിക് ഡയമെൻഷൻ ആണ്. എക്കണോമിക് ഡയമെൻഷനിൽ നമ്മൾ പറഞ്ഞ പോലെ നോ പോവർട്ടി, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമി, പിന്നെ ജോലി സാധ്യതകൾ കൊടുക്കുക, സ്ത്രീകൾക്ക് എസ്പെഷ്യലി ജോലി സാധ്യതകൾ കൊടുക്കുക, ഡീസന്റ് ആയിട്ടുള്ള വർക്കും വർക്ക് കൾച്ചറും കൊടുക്കുക, റിസോഴ്സ് മാനേജ് ചെയ്യുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, പിന്നെ റെസ്പോൺസിബിൾ ആയ കൺസെപ്ഷനും പ്രൊഡക്ഷനും കൊടുക്കുക. ഇത് ഇത്ര എഴുതിയാൽ പോരാ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്. ആ ഗോളിനകത്ത് എക്കണോമിക് ഡയമെൻഷൻ വരുന്നുണ്ട്. അതും കൂടി എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. കാരണം 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ എഴുതിയ ഒരു 2 മാർക്സ് പോലും കിട്ടൂല. സോ അതാണ് അതിന്റെ കാര്യം. ഇനി അടുത്തത് എൻവയോൺമെന്റൽ ഡയമെൻഷൻ. അത് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, പിന്നെ അഫോർഡബിൾ എനർജി, വാട്ടർ, സാനിറ്റേഷൻ, അഫോർഡബിൾ എനർജി, ക്ലീൻ എനർജി, എമിഷൻ കുറയ്ക്കുക ഇൻഡസ്ട്രികളിൽ നിന്ന്, ട്രാൻസ്പോർട്ടേഷൻ എനർജിക്ക് വേണ്ടിയുള്ള എമിഷൻസ് കുറയ്ക്കുക, പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിന് ഗ്ലോബൽ വാർമിംഗ്, എയർ പൊല്യൂഷനും കുറയ്ക്കാൻ വേണ്ടി. പിന്നെ റിന്യൂവബിൾ എനർജി സോഴ്സസ് കൂട്ടുക, സോളാർ പോലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരിക, ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ അഡ്രസ് ചെയ്യുക, പിന്നെ നാച്ചുറൽ റിസോഴ്സിന്റെ പ്രിസർവേഷൻ, സംരക്ഷണം ഉറപ്പുവരുത്തുക. ഇതാണ് എൻവയോൺമെന്റൽ ഡയമെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. 17 ഗോൾ ഉണ്ട് യുണൈറ്റഡ് നേഷൻസ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ഗോൾസ് മുമ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയമെൻഷൻ, അതായത് സ്ഥാപനപരമായിട്ട് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഇൻഡസ്ട്രികളിൽ എന്ത് വേണം? ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടി വരണം സസ്റ്റൈനബിൾ ആയ രീതിയിൽ. ഓക്കെ, കൃത്യമായ ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടായിരിക്കണം, പിന്നെ സമാധാനം, ജസ്റ്റിസ്, പിന്നെ സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം കൊണ്ടുവരണം ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പറയാനുള്ള കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വേണം, പാർട്ട്ണർഷിപ്പ് വേണം SDGsന് വേണ്ടി, ഇന്റർനാഷണൽ കോപ്പറേഷൻ വേണം. ഇപ്പൊ ഒരു സംഭവം നടക്കണമെന്നുണ്ടെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലൊരു കോർഡിനേഷൻ വേണം. ഇപ്പൊ കേരളത്തിലൊരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ഒരു ദുരന്തം ഉണ്ടായി. അപ്പൊ ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ പോലീസ് ആ സ്ഥലത്തെത്തണം, ഫയർഫോഴ്സ് ആ സ്ഥലത്തെത്തണം, അതുപോലെ തന്നെ മറ്റു എന്താ പറയാ രക്ഷാ സേനകൾ ആ സ്ഥലത്തെത്തണം. എന്നാലേ ആ ഒരു ദൗത്യം നമുക്ക് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ ഡിപ്പാർട്ട്മെന്റ് ഒന്നും സഹകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വളരെ മോശമായി മാറും. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അനാലജി പറഞ്ഞതാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കാര്യം ലോകം മുഴുവൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡസ്ട്രികളിൽ സപ്പോർട്ട് വേണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്നോവേഷനും കാര്യങ്ങളും വേണം, ഫൈനാൻഷ്യൽ റിസോഴ്സ് ആ രീതിയിലേക്ക് പമ്പ് ചെയ്യണം, പൈപ്പ് ലൈൻ അത്രത്തോളം ശക്തമായിരിക്കണം. പിന്നെ ഇവർക്കിടയിൽ എന്ത് വേണം? ഓരോ രാജ്യങ്ങളും അത് സമാധാനം വേണം. ഇപ്പൊ നമ്മള് അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീന്റെ ഇടയിൽ പോയിട്ട് നമ്മള് എന്താ പറയാ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ സമാധാനം ഉണ്ടെങ്കിലാണ് അവിടെ ജസ്റ്റിസ് ഉണ്ടാവുള്ളൂ, അവിടെ അതുമായി ബന്ധപ്പെട്ട സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സ്ട്രോങ് സർക്കാരുകൾ ഉണ്ടാവുള്ളൂ, അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റീസും സിറ്റീസും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു കോപ്പറേഷൻ ആണ് എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇനി അടുത്തതാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയും. 17 ഗോൾ ഉണ്ട്. ഓക്കെ, 17 ഗോള് 2015 മുതൽ 2030 വരെ 15 വർഷത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളുകളാണ്. അതിനകത്ത് ഒരു 169 ടാർഗറ്റ് ഉണ്ട്. ഈ ലക്ഷ്യങ്ങളെല്ലാം 2030 ആകുമ്പോൾ നടത്തണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ അടിയിലുള്ള സബ്സെറ്റ് കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൂടി ചേർത്ത് 232 കാര്യങ്ങൾ ടോട്ടൽ ആയിട്ടുണ്ട്. ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും 17 എണ്ണം ഓർമ്മയിട്ട് മനസ്സിലാക്കുക. 2015 മുതൽ 30 വരെ 15 വർഷത്തേക്കാണ് SDGs എന്ന് മനസ്സിലാക്കുക. 17 SDGs എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, clean water and sanitation, affordable and clean energy, decent work and economic growth, industry, innovation, infrastructure, reducing inequality, sustainable cities and communities, responsible consumption and production, climate action, life below water, life on land, അല്ലെങ്കിൽ above water, peace and justice, strong institution, partnership for goal. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലുള്ള സാധനങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തോന്നുള്ളൂ. പക്ഷെ ഈ 17 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 17 എണ്ണം
നെറ്റിലൊക്കെ നോക്കിയ ഒരു ഫോട്ടോ ഉണ്ടാവും. ഓക്കെ, അപ്പോ ആ ഫോട്ടോ വെച്ചിട്ടാണെങ്കിലും പഠിക്കാൻ പറ്റും. ക്ലിയർ? ഇപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 1 to 3 or 4 ഗോൾ എഴുതാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 12 മുതൽ 15 വരെയുള്ള ഗോൾ എഴുതാൻ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ക്ലിയർ? അപ്പോ ഇവിടെ ഒന്നും പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ UN റെസൊല്യൂഷൻ പാസ്സാക്കി ഇതുമായി ബന്ധപ്പെട്ട ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ ഇത് എന്തിനാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് പറയുന്നത്. എല്ലാവരും വെൽബീയിങ്ങിന് വേണ്ടിയും എക്കണോമിക്കലിയും സോഷ്യലിയും പൊളിറ്റിക്കലിയൊക്കെ ആയിട്ട് പ്രോഗ്രസ് ആവാൻ വേണ്ടിയാന്നുള്ള കുറച്ച് ഗ്യാസ് ഇതിനകത്തുള്ളൂ. ഓക്കെ, വേറൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് 2023 ഡിസംബറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെ ചോദിച്ചത്, ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കണം, ഫീച്ചർ എന്താണെന്ന് പഠിക്കണം. ആൻഡ് ആണ് ഇതിന്റെ നടക്കുക, അതുകൊണ്ട് രണ്ടും ചോദിക്കും. പ്രിൻസിപ്പിൾസും ചോദിക്കും, ഫീച്ചേഴ്സും ചോദിക്കും. ഈസിയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി വൃത്തിക്ക് കോർഡിനേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രിൻസിപ്പിൾ ആയിട്ടോ പറയാൻ പോകുന്നത് ഒന്നാമത് കൺസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം, അതായത് ആവാസ വ്യവസ്ഥയെ നമ്മൾ സംരക്ഷിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എക്കോസിസ്റ്റം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കുക, അക്വാട്ടിക് എക്കോസിസ്റ്റം കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം ഇപ്പൊ അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓഷ്യൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസോഴ്സ് തരുന്ന ഒരു ഭാഗം, അല്ലെ? ഓക്സിജൻ കിട്ടുന്നതും ഓഷ്യൻസിലുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺ ആണ്. ഫിഷറീസ് ആണെങ്കിലും ബാക്കി മിനറൽസ് ആണെങ്കിലും പെട്രോളിയം ആണെങ്കിലും ഒക്കെ കടലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ എക്കോസിസ്റ്റത്തെ കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. അതുകൊണ്ടാണ് എസ്പെഷ്യലി അവിടെ ആ സെന്റൻസ് അവർ കൊടുത്തത്. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് എ സൊസൈറ്റി. ഓക്കെ, സാമൂഹ്യപരമായിട്ടുള്ള സുസ്ഥിര വികസനം. അതെന്താ ഉദ്ദേശിക്കുന്നത്? പോപ്പുലേഷൻ ഗ്രോത്ത്. ഓക്കെ, അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഗൂഡ്സ് ആൻഡ് സർവീസിനുള്ള ഡിമാൻഡ് കൂടും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അവർക്ക് ഡീസന്റ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യം, ബാലൻസ്ഡ് ആയ ഡയറ്റ്, ഹെൽത്ത് സർവീസ്, എംപ്ലോയ്മെന്റ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നതാണ് സാമൂഹ്യപരമായിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ പെടുന്ന കാര്യങ്ങൾ. അടുത്തത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യമാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവാസ വ്യവസ്ഥയാണ്, മറ്റേത് ജൈവ വൈവിധ്യമാണ്. രണ്ടാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് എല്ലാ ലിവിങ് സ്പീഷീസിനെയും നമ്മൾ എന്ത് ചെയ്യുക? കൺസർവ് ചെയ്യുക എന്ന് പറയാം, അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം 2020 സെപ്റ്റംബറിൽ, അതുപോലെ തന്നെ ലിവിങ് പ്ലാനറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സ്കെയിലും WWFന്റെ സെപ്റ്റംബർ 2020 തന്നെ അർജന്റ് ആയിട്ട് ബയോഡൈവേഴ്സിറ്റി ലോസിനെ തടയാനുള്ള മാർഗങ്ങളും എക്കോസിസ്റ്റം റീസ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ഈ രീതിയിലേക്ക് നമ്മൾ കാട് വെട്ടിത്തളിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വൈൽഡ് ലൈഫ് ട്രേഡ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജൈവ വൈവിധ്യം അലാമിങ് റേറ്റിൽ ഇല്ലാതാവും. അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും തീർന്നു പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഈ രണ്ടാൾക്കാരും പറഞ്ഞു എന്ന് ഇതിനകത്ത് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പോപ്പുലേഷൻ കൺട്രോൾ ആണ്. അധികം പറയുന്നില്ലല്ലോ, പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. അപ്പൊ അതൊന്ന് കൺട്രോൾ ചെയ്യണം എന്നതാണ് ഇതിനകത്ത് മുഴുവൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൺസർവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ്. അതായത് മനുഷ്യന്റെ വൈഭവം, അതായത് ഹ്യൂമൻ വൈഭവം, മാനുഷിക വൈഭവം എന്നാണ് പിന്നെ മലയാളം. അതിന് ആവശ്യമില്ല, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം, ട്രെയിൻ ചെയ്യണം, എഡ്യൂക്കേഷൻ കൊടുക്കണം, ഹെൽത്ത് കെയർ കൊടുക്കണം. അപ്പൊ ഇന്ത്യയിലെ അവസ്ഥ നോക്കിയാൽ ഇന്ത്യയിലെ ഏറെക്കുറെ ഒരു 70% യങ്സ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത് വലിയൊരു പൊട്ടൻഷ്യലാണ്. ഇപ്പൊ ജപ്പാനിലെ കേസ് നോക്കിക്കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് കുറഞ്ഞു വരികയാണ്. അങ്ങനെ യങ്സ്റ്റേഴ്സ് കുറഞ്ഞു വരുന്നത് ഒരു രാജ്യത്തിന് നല്ലൊരു കാര്യമല്ല. അപ്പൊ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ഗുണം എന്താന്ന് വെച്ചാൽ രാജ്യം വല്ലാണ്ട് വളരും. പക്ഷെ അങ്ങനെ യങ്സ്റ്റേഴ്സും വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? ഡീസന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സിറ്റിസൺസ് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുക. അതായത് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോസസ്സിനകത്ത് എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അതായത് അപ്പൊ കോവിഡ് പാൻഡമിക് ഉണ്ടായപ്പോൾ മനസ്സിലായി എത്രത്തോളമാണ് ഇതിന്റെ ബാലൻസ് ആവശ്യം എന്നുള്ളത്. കാരണം നമുക്ക് എന്തോരം വേണം, ഒരുപാട് കമ്മ്യൂണിറ്റീസിന് ഹെൽപ്പ് വേണ്ടി വന്നു പാൻഡമിക് ഉണ്ടാകുമ്പോൾ. അല്ലാതെ എല്ലാ സ്ഥലത്തേക്കും ഹെൽത്തുകാർ ഓടിയെത്തിയാൽ റെഡിയാവില്ല, സർക്കാരിന് ഓടിയെത്തിയാൽ റെഡിയാവില്ല. അതുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരു ക്രിട്ടിക്കൽ ടൈമിൽ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലൊന്നും അതിനകത്തില്ല. അടുത്തത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ. എല്ലാ ലോകരാജ്യങ്ങളും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കൺസേൺ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ച് ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല,
ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പല കമ്മ്യൂണിറ്റീസ് ഇപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മകളുണ്ട്. ഇപ്പൊ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഇതാണ്, ആസിയാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂട്ടായ്മയാണ്. അതുപോലെ ഇപ്പൊ മറ്റേ നാറ്റോ എന്ന് പറയുന്നത് ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇതുപോലെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മകളും കൊണ്ടുവന്നാൽ മാത്രമേ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നമുക്ക് പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ക്ലിയർ? ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഫീച്ചേഴ്സ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കുക. അടുത്തത് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു 5 പോയിന്റാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഡയറക്ട്ലി ഗ്ലോബൽ വാർമിംഗ് തടയാൻ വേണ്ടി എന്ത് ചെയ്യുക, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് കുറയ്ക്കുക. ക്ലിയർ? എക്കോ ഫ്രണ്ട്ലി ആയ പ്രാക്ടീസസ് കൊണ്ടുവരിക, ഗ്രീൻ ആർക്കിടെക്ചർ, ഗ്രീൻ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരിക, റിന്യൂവബിൾ ആയ എനർജി റിസോഴ്സ് ഉപയോഗിക്കുക, സൺ എനർജി, വിൻഡ് എനർജി, വാട്ടർ എനർജി എന്ന് പറഞ്ഞിട്ട്. ക്ലിയർ? അടുത്തത്, നാച്ചുറൽ റിസോഴ്സിനെ പ്രിസർവ് ചെയ്യുക, നാച്ചുറിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് കൺസപ്ഷൻസ്, അതായത് പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ, നമ്മൾ പറയില്ലേ വായുവിനെക്കാട്ടും കൂടുതൽ ചെലവ്, അങ്ങനെ ആവാതെ കൊണ്ടുവരിക, അങ്ങനെ ആവാതെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഒന്നും കൂടി റീക്യാപ്പ് ചെയ്താൽ, ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പിൾസ്, ഫീച്ചേഴ്സ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് 2023 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 20 മാർക്സിന്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. കൺക്ലൂഷൻ ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും കൂടി കൺക്ലൂഡ് ചെയ്യുന്നുള്ളൂ. വീണ്ടും ഞാൻ പറഞ്ഞെങ്കിൽ ബോറാവും. പുതുതായിട്ട് ഇതിനകത്തൊന്നുമില്ല. സോ ഇത്രയേ ഉള്ളൂ ഈ ഭാഗത്ത്. ഓക്കെ, ഇവിടെ മഹാത്മാഗാന്ധിന്റെ ഒരു കോട്ട് പറയുന്നുണ്ട്, അതായത് ദർ ഇസ് ഇനഫ് ഇൻ നേച്ചർ ടു മീറ്റ് ഹ്യൂമൻ നീഡ് ബട്ട് നോട്ട് ഹ്യൂമൻ ഗ്രീഡ്. മനുഷ്യന്മാർക്ക് വേണ്ട കാര്യങ്ങൾ, ആവശ്യത്തിനുള്ള എല്ലാ വിഭവങ്ങളും പ്രകൃതിയിലുണ്ട്. പക്ഷെ ആർത്തിക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രീഡിനെസ്സിനുള്ള, ആക്രാന്തത്തിനുള്ള സാധനം പ്രകൃതിയിലില്ല എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കോട്ടൊക്കെ നിങ്ങളെ ആൻസറിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സോ ഒന്നാമത്തെ യൂണിറ്റ് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ ഇതാണ് ഒന്നാമത്തെ പാഠം, മീനിങ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് SD. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ SD എന്താണെന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞു. 2-3 കോൺഫറൻസിന്റെ പേരും 1 വേർഡ് ആയിട്ടുള്ള ഫ്രണ്ട് ലാൻഡ് റിപ്പോർട്ടും അവർ കോമൺ ഫ്യൂച്ചറും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മെയിൻ പോയിന്റ്സ്. ക്ലിയർ? നിങ്ങൾ PYQ നോക്കുന്ന സമയത്ത് ഉണ്ടാവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തൊക്കെ കിടക്കുന്നുണ്ട്. കമന്റ് അവിടെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം നമ്മൾ പിന്നെ താഴത്തേക്ക് വന്നു, നേച്ചർ എന്താണെന്ന് നോക്കി. നേച്ചറിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനുള്ളതായിട്ട് നമ്മൾ കണ്ടില്ല. പിന്നെ കുറച്ച് എയിംസ് കണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഇതിന്റെ എയിം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതോടെ ആ ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിനകത്ത് സ്കോപ്പ് എന്താണെന്ന് നമ്മൾ നോക്കി. സാമൂഹ്യപരമായിട്ടും എക്കണോമിക്കലിയും എൻവയോൺമെന്റലി ഇൻസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള സ്കോപ്പ്. വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത കാര്യം നമ്മൾ പഠിച്ചു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 17 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കുക. 15 to 30 എന്നുള്ള സംഖ്യകൾ ഡേറ്റ് ഓർമ്മ വയ്ക്കുക. പറ്റുകയാണെങ്കിൽ 169 ടാർഗറ്റ് ഉണ്ടെന്നും അതുപോലെ 169 ഗോൾ ഉണ്ടെന്നും 232 മൊത്തം എല്ലാം കൂടി ചേർത്തുള്ള സബ്സെറ്റിലെ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ടെന്നും പഠിച്ചു വെക്കുക. ക്ലിയർ? 17 എണ്ണം ഏതൊക്കെയാണെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, പറ്റുകയാണെങ്കിൽ 4-5 എണ്ണം ആൻസറിൽ എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പഠിക്കാൻ എളുപ്പത്തിൽ നോ പോവർട്ടി, സീറോ ഹങ്കർ, ഗുഡ് ഹെൽത്ത് ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. 5 എണ്ണം എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയർ? പിന്നെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പഠിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ലോസും എക്കോസിസ്റ്റം ലോസും രണ്ടോന്ന് പഠിക്കുക. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്രകൃതി സംരക്ഷണം മാത്രമല്ല എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ? ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ പാഠത്തിലേക്ക് മൂവ് ചെയ്യാം. ഇനിയുള്ള പാഠങ്ങളൊക്കെ എളുപ്പമാണ്, കാരണം ഫസ്റ്റ് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ.